ഹലോ ഗൈസ്, ഇന്ന് റബീഉൽ 12. നമ്മൾ പഠിച്ചു വളർന്ന നമ്മളെ മദ്രസയിൽ നിന്ന് നബിദിന പരിപാടിയാണ്. നമ്മളെ മദ്രസയിലെത്തിയപ്പോൾ ഉസ്താദിന്റെ ദുആ തുടങ്ങി. പിന്നെ ദഫ് കുട്ടികളുടെ പ്രാർത്ഥനയിൽ തുടങ്ങി. ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോയും കണ്ട് സ്കൗട്ടിന്റെ കുട്ടികളുടെ പരേഡോട് കൂടി നബിദിന റാലിക്ക് അങ്ങോട്ട് തുടക്കം കുറിച്ചു. താലീമുൽ ഇസ്ലാം മദ്രസ പടിഞ്ഞാറേക്കരയുടെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദുമാരും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കൊരു വമ്പൻ നബിദിന റാലി. അപ്പണ്ട് മുട്ടായി വാങ്ങാനുള്ള കവറിന്റെ ഉള്ളിലാക്കി കണ്ട് എല്ലാവർക്കും കൊടുക്കണം മോങ്കാക്കാനാണ് ഞാൻ കണ്ടത്. കവർ വാങ്ങി മുട്ടായി വാങ്ങിയ ആൾക്കാരെ കവറൊക്കെ ഏറെക്കുറെ നിറഞ്ഞിട്ടുണ്ട്. എനിക്കില്ലേ ഉണ്ടല്ലേ, നിങ്ങളെ വകയാണ് കഴിഞ്ഞിട്ടോ. ഇതൊന്നും അറിയണ്ടോ ഇല്ലാന്ന് നോക്കട്ടെ. കിട്ടിയ മുട്ടായി കവറിലാക്കി അടുത്ത മുട്ടായിക്ക് ചെല്ലുമ്പോൾ ഒരാൾ ഫുൾ കവർ ആക്കുന്നത്. ഘോഷയാത്രയുടെ മാറ്റുകൂട്ടുന്ന ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് നേരെ ചെറിയ കവറായിട്ട് വന്ന അങ്ങനെ ശരിയാവാ. മുട്ടായി മുഴുവൻ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയാ മുട്ടായണ്ടേ. അങ്ങനെ ക്യാമറയും കൈ പിടിച്ച് മുട്ടായി വാങ്ങി നബിദിന റാലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് ഞാൻ എല്ലാതും കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ക്യാമറയും പിടിച്ച് മുട്ടായി വാങ്ങാൻ ഞാൻ ഫനുവിന്റെ അടുത്തപ്പോ ഫനു പറഞ്ഞത് ഫുൾ കാലിയാണ്. ഇതൊക്കെ ചെയ്ത് 2 പോക്കറ്റ് ആകെ പോക്കറ്റ് വന്നോളൂ മുട്ടായിട്ടുണ്ട്. അങ്ങനെ പാട്ടും പേത്തും കുട്ടികളുടെ ദഫുമായിട്ടുള്ള ഘോഷയാത്ര പാറമൽ അങ്ങാടിയിലെത്തിയപ്പോഴാണ് ആൽപ്പറ്റക്കുളമ്പ് താലീമുൽ ഇസ്ലാം മദ്രസയുടെ ഘോഷയാത്രയുമായി ഞങ്ങൾ കൂടിച്ചേർന്നു. അവിടെ വെച്ച് ഞാൻ എന്റെ ഉസ്താദിനെ കണ്ടുമുട്ടി സ്നേഹം പങ്കുവെച്ചു. സ്നേഹിതരുമായി സ്നേഹം പങ്കിട്ട് ഇരു മദ്രസകളുടെ ദഫ് കുട്ടികളുടെ ദഫ് പ്രകടനം കണ്ടുകണ്ട് അപ്പുകുട്ടേട്ടന്റെ നേതൃത്വത്തിൽ നമ്മൾ അങ്ങനെ പാനീയം വിതരണം ചെയ്തു. അങ്ങനെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ മധുരപാനീയം കുടിച്ചു കണ്ട് അതിലാണ് പങ്കുചേർന്നു. കുട്ടിയൊക്കെ അവിടെ വെള്ളം കിട്ടിയില്ല. എന്നാ പിന്നെ മധുരപ്പാനീയം കുടിച്ചുകൊണ്ട് ഞാനും ഓല കൂട്ടത്തിലും മധുരം പങ്കിട്ടും മധുരം പകരാതെ. അപ്പണ്ട് ഷാ പറയണ മുത്തജ് വീഡിയോ എടുത്ത് കൊയങ്ങിയല്ലോ, എന്റെ വക ഒന്നുകൂടി പിടിച്ചോന്ന്. അങ്ങനെ ഷിബുവിന്റെ ഇരുന്ന ഒരു പപ്സ് ഏറ്റുവാങ്ങിയോട് കൂടി റാലി കാണാനില്ല. റാലി കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഓടിച്ചെന്ന് റാലി കയറി കൂടിക്കാണ്ട് വീണ്ടും മുട്ടായി വാങ്ങല് ഞാൻ തുടങ്ങി. അപ്പൊ ഇതാക്കണു ക്രിയേറ്റീവിന്റെ നല്ല പായസം. അങ്ങനെ പായസം കുടിച്ച് നമ്മുടെ നബിദിന റാലിയിൽ ജാതി മത ഭേദമന്യേ വലിയവരെന്നില്ല ചെറിയവരെന്നില്ല എല്ലാവരും അണിയിച്ചൊരുക്കിയ അടിപൊളി ബമ്പൻ നബിദിന റാലി. ഘോഷയാത്രയിലെ വർണ്ണക്കടലാസുകളെ പോലെ തിളക്കമേറുന്ന ദഫിന്റെ കുട്ടികൾക്കും സ്കൗട്ടിന്റെ കുട്ടികൾക്കും ഫ്ലവറിന്റെ കുട്ടികൾക്കും നോട്ടുമാലകൾ ആൾക്കാർ അണിയിച്ചൊരുക്കുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് മുത്ത് റസൂലിന്റെ മുഹബത്ത് പരത്തി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കൂടിച്ചേരലിന്റെയും എല്ലാം ഒത്തിണങ്ങിയ നല്ലൊരു നബി. കാർമേഘം കറുത്തു നിന്നപ്പോഴും കാലമാം പേമാരി പിഞ്ചു കുഞ്ഞുങ്ങളുടെ റാലി തകർത്തെറിഞ്ഞില്ല. എല്ലാം നല്ലതുപോലെ അവസാനിപ്പിച്ചു. ഇനി ഭക്ഷണ വിതരണം. അങ്ങനെ വരി നിന്ന് ഭക്ഷണ പൊതിയും കിട്ടിയ മുട്ടായുമായി ഞാൻ നേരെ വീട്ടിലേക്ക്. നിങ്ങളോട് പറയാനാ നല്ല അടിപൊളി ബിരിയാണി. അങ്ങനെ റാഹത്തായിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ച് കിട്ടിയ മുട്ടായി എണ്ണി നോക്കി ഇപ്രാവശ്യത്തെ നബിദിന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല ദമ്മിട്ട ചിക്കൻ ബിരിയാണി, നല്ല മയക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.